പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 28-ാം വാക്യം. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. അതായത് യേശുവിനെ ക്രൂശീകരിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ ആ പോകുന്ന വഴിയിൽ ജനങ്ങൾ മുഴുവനും, അതായത് സ്ത്രീകളും മുറയിടുമ്പോൾ തൻ്റെ ജനത്തെ നോക്കി പറയുന്ന വാക്കാണിത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട് 27-ാം വാക്യത്തിൽ, ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേക സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. ഹല്ലേലൂയ. അന്നേരം പറയുകയാണ്, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. ലൂക്കോസിൽ സുവിശേഷം 19:41 പറയുന്നുണ്ട്, യേശു യെരൂശലേമിനെ നോക്കി കരയുന്നതായിട്ട്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. നോക്കൂ, യഹൂദ ജനം ദൈവം വാഗ്ദത്തം ചെയ്ത മശിഹ യേശു ആണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ ഇനിയും വരുന്ന ആ ഭീകരമായ ന്യായവിധി അനുഭവിക്കേണ്ടി വരുന്ന ജനത്തിന് വേണ്ടി യേശു കരയുന്നു. ഇവിടെ കരഞ്ഞു എന്നുള്ളത് ഗ്രീക്ക് പദത്തിൽ നോക്കിയാൽ വേദന കൊണ്ട് ആത്മാവ് കരയുന്നു, സങ്കടത്തോടെയുള്ള കരച്ചിൽ, വിലാപം, മുറവിളി എന്നൊക്കെയാണ്. മാനവരാശിയുടെ നഷ്ടപ്പെടലിനെയും മാനസാന്തരപ്പെട്ട് രക്ഷ അംഗീകരിക്കുന്നതിനെ അവർ നിരസിക്കുന്നതിനെ ഓർത്ത് യേശു തൻ്റെ സ്വന്തം വൈകാരിക ഭാവത്തെ വെളിപ്പെടുന്നത് മാത്രമല്ല, ദൈവം എന്ന നിലയിൽ തൻ്റെ തകർക്കപ്പെട്ട ആ ഹൃദയവും ഇവിടെ വെളിപ്പെടുത്തി തരിക ചെയ്യുന്നത്. നോക്കൂ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ. ഈ വാക്യം എത്രമാത്രം അർത്ഥമുള്ളതായി തീർന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കാവുന്നതാണ്. അതായത് അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്ക് നാം വന്നിരിക്കുക, ആ കാലത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 2:19 പറയുന്നുണ്ട്, രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. പ്രിയ മക്കളെ, കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി, അതായത് ആത്മീയ രക്ഷയ്ക്കായിട്ടുള്ള ഒരു വിശപ്പ് നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരമ്യാ പ്രവാചകൻ 9:18 പറയുന്നുണ്ട്, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണം നാം നിലവിളിക്കണം. ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യണം. പ്രിയ മക്കളെ, ഇന്ന് നമുക്കറിയാം ഓരോ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ, അതായത് വിഷയങ്ങൾ ഓരോന്നും നമ്മൾ പേപ്പറിലൂടെ പല വിധത്തിലുള്ള ന്യൂസുകളിലൂടെ ഒക്കെ കേൾക്കുന്നതാണ്. ഹല്ലേലൂയ. നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം നിശ്ചയമായിട്ട് ലഭിക്കും. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ഹൃദയം തകർന്നു പോകുമ്പോഴാണ് നിലവിളിയും കണ്ണുനീരും ഉണ്ടാകുന്നത്. നാം ഹൃദയ നുറുക്കത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരഞ്ഞേ മതിയാകുകയുള്ളൂ. നമ്മുടെ ഭവനങ്ങളിൽ, നാം ഇടപെടുന്ന മേഖലകളിൽ, സഭകളിൽ, എവിടെയായാലും പ്രാർത്ഥന ഒരു ധൂപമായി ഉയരണം. പ്രാർത്ഥനയില്ലാത്ത ജീവിതമുണ്ടെങ്കിൽ പ്രിയ മക്കളെ, അത് വളരെയധികം പ്രയാസത്തിലേക്കാണ് ചെന്നെത്തുന്നത്. ഇന്ന് എത്രമാത്രം കണ്ണുനീരൊഴുക്കാമോ അത്രമാത്രം ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുക, മുട്ടുമടക്കുക. ഹല്ലേലൂയ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 9:1 പറയുന്നു, അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഗതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഇരമ്യാ പ്രവാചകൻ നിലവിളിക്കുകയാണ്, പ്രിയ മക്കളെ, എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണുനീരുറവയും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നോക്കൂ, കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം കണ്ണുനീർ ഒഴുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു നല്ല ഫലം കിട്ടും. ഹല്ലേലൂയ. ഇന്ന് നിന്റെ തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നെങ്കിൽ പിന്നീട് ദുഃഖിക്കുവാൻ ഇടവരില്ല. വിലാപങ്ങളുടെ പുസ്തകം
2:18 പറയുന്നുണ്ട്, സിയോൻ പുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. ഹല്ലേലൂയ. നോക്കൂ, സിയോൻ പുത്രിയുടെ മതിൽ അത് പ്രാർത്ഥനയുടെ മതിലായിരിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ധൂപം കെട്ടുപോകാതെ നാം സൂക്ഷിക്കണം. ഹല്ലേലൂയ. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അതിന് പ്രാർത്ഥനയാകുന്ന മതിലിൽ വേണ്ടാത്തത് കയറി വരാതെ സൂക്ഷിക്കേണ്ടത് നാം തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് എങ്ങനെ മതിലുകൾ ഹല്ലേലൂയ പണിത് വെച്ചിരിക്കുന്നു. ആ പ്രാർത്ഥനയാകുന്ന മതിലിൽ ഹല്ലേലൂയ പല വിധത്തിലും പിശാച് നോക്കിയിരിക്കുക കയറി വരുവാൻ. നാം സ്വല്പസമയം മാറി നിന്നാൽ മതി. ഹല്ലേലൂയ. മറ്റുള്ളവർ അതിൽ ഇടം പിടിക്കും. പ്രീതിമക്കൾ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ചില ഒരുക്കങ്ങൾ അതിന് ആവശ്യമാണ്. അതായത് വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അതിന് ഈ വിളക്കിന് ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലതായിട്ട് അത് കത്തണമെങ്കിൽ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ തന്നെ വേണം. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയാകുന്ന കണ്ണുനീരിൽ ഹല്ലേലൂയ പ്രാർത്ഥനയാകുന്ന മതിലിൽ നമ്മൾ ഹല്ലേലൂയ ഒരുക്കത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്കെല്ലാം വിടുതൽ ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്തരുത് പ്രിയ മക്കളെ. പ്രാർത്ഥനയാകുന്ന ചങ്ങല ഹല്ലേലൂയ പൊട്ടിപ്പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഹല്ലേലൂയ. നോക്കൂ, പ്രാർത്ഥനയാകുന്ന ധൂപം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രുവാകുന്ന പിശാചിന് ഈ മതിൽക്കെട്ടിനുള്ളിൽ കടന്നു വരുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. അതിന് നാം തന്നെ സൂക്ഷിക്കണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയാകുന്ന മതിൽ കെട്ടി ഹല്ലേലൂയ അധികമായിട്ട് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ്. അതിന് പ്രാർത്ഥന നിരന്തരം ഹല്ലേലൂയ അത് ധൂപമായിട്ട് വേണം. പ്രിയ ദൈവമക്കൾ, ഈ ദിവസങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം വേർതിരിക്കുന്നുണ്ടോ? മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് സമയം കണ്ടെത്തുന്നു. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്രമാത്രമാണ് സമയം കണ്ടെത്തുന്നത്? അതെല്ലാം നമ്മൾ ഹല്ലേലൂയ കൃത്യസമയം ഇങ്ങനെ നോക്കിയിരിക്കുകയല്ലേ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് നിലനിൽപ്പാൻ സാധിക്കുകയുള്ളൂ. അങ്ങ് എത്തിച്ചേരണമെങ്കിൽ ഹല്ലേലൂയ വളരെ വില കൊടുത്ത് നിൽക്കുന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ നമുക്ക് വേണ്ടും പോലെ കർത്താവിനെ ഹല്ലേലൂയ സ്തുതിക്കുവാനൊക്കെ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം നമ്മെ തന്നെ ചൊല്ലി കരയേണ്ട ദിനങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നാം കരയേണ്ട ദിനങ്ങളാണ്. ഹല്ലേലൂയ. ദൈവസന്നിധി ഉറപ്പോടെ നിൽക്കുക പ്രിയ മക്കളെ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിനോട് നമുക്ക് പറയാം ഹല്ലേലൂയ. വല്ലാത്ത ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇനി കിട്ടുന്ന സമയങ്ങൾ ഹല്ലേലൂയ എത്ര തന്നെയായാലും കർത്താവിന് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ വിടുതലുണ്ടാകുവാൻ, കർത്താവേ അവരുടെ മക്കളെ കുറിച്ച് ഹല്ലേലൂയ കണ്ണുനീരൊഴുക്കുവാൻ സമയം കണ്ടെത്തുവാൻ കർത്താവേ ഇടയാക്കണമേ. അങ്ങയുടെ കാര്യങ്ങളിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി തീരുവാൻ, ആ നിത്യത കൈവിട്ടു പോകാതെ ഹല്ലേലൂയ നിത്യമായ ഭവനത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. ഒരു കുഞ്ഞു പോലും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോവല്ലേ. ഉറപ്പോടെ നിൽക്കുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവ് പച്ച അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.